നിങ്ങളുടെ എണ്ണക്കാട് നാരായണൻകുട്ടി അവതരിപ്പിക്കുന്നു കേരള കലാ അക്കാദമിയുടെ ഭാഗവത സപ്താഹം 6-ാം ദിവസം. അക്കാദമി കേരള കലാ അക്കാദമി. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി സ്വീകൃതോസ്തി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരീ. വേദങ്ങൾ നാലും കവർനാഴിയിൽ മുങ്ങിത്താണ് ഹയഗ്രീവനെ കൊല്ലാൻ മത്സ്യമായി രൂപം പൂണ്ടു. മത്സ്യമായി രൂപം പൂണ്ടു. മത്സ്യമായി രൂപം പൂണ്ടു. മത്തായി വർത്തിച്ചൊരു മന്ദരഗിരി പൊക്കാൻ കൂർമ്മമായി രമാകാന്തം. ഭൂലോകഗോളം പേറി പാതാളത്തെ കോടിയ ഹിരണ്യാക്ഷനെ കൊല്ലാൻ ശ്രീഹരി വരാഹമാ. ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ ഹിരണ്യന്റെ ദുർമതം നശിപ്പിക്കാൻ നരസിംഹരൂപം പൂണ്ടു. ദേവലോകത്തിൻ യശസ്സുയർത്തിയിടുവാൻ മാവേലി മന്നനാം ദാനവനെ
ഇഷ്ട സഹോദരനായി വന്നു ശ്രീയെഴും നന്മകളേറെ ചെയ്തു. ദുഷ്ടരെ നിഗ്രഹിച്ചിടുവാൻ കണ്ണനോടൊട്ടി നിന്നല്ലോ സമരം ചെയ്തു. ദുഷ്ടരെയാകെയുമില്ലാതെയാക്കി ശിഷ്ടരെ പാലിക്കാൻ മാത്രമായി ദേവകി നന്ദനായി തന്മാതുലൻ കംസാന്തകനായി അവതരിച്ചു. നശിച്ചു ഭുവനത്തിൽ തിന്മകൾ താണ്ഡവമാടിടുമ്പോൾ കാലദേശങ്ങൾക്കതീതനാം കേശവൻ കൽക്കിയായി ഭൂവിൽ അവതരിച്ചു. കാലദേശങ്ങൾക്കതീതനാം കേശവൻ കൽക്കിയായി ഭൂവിൽ അവതരിച്ചു. കാലദേശങ്ങൾക്കതീതനാം കേശവൻ കൽക്കിയായി ഭൂവിൽ അവതരിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 6-ാം ദിവസമാണിന്ന്. ഭക്തനും ഭഗവാനും ഒന്ന് എന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ കുചേലോപാഖ്യാനം. കുചേലോപാഖ്യാനം നേരിൽ കണ്ട് നമ്മുടെ മനസ്സിലേക്ക് കുചേലനും കൃഷ്ണനും തമ്മിലുള്ള ആ സമാഗമം ദൃശ്യാവിഷ്കാരത്തോടുകൂടി നമ്മുടെ യജ്ഞശാലയിൽ അവതരിപ്പിക്കുകയാണ്. ഈ മഹാസദസ്സിൻ്റെ മധ്യത്തിൽ നിന്ന് കുചേല ബ്രാഹ്മണൻ നമ്മുടെ യജ്ഞശാലയിലേക്ക് ഭഗവാനെ ദർശിക്കുവാൻ എത്തുന്ന പുണ്യമായ വേളയാണിത്. സദസ്സിന്റെ മധ്യത്തിലൂടി കുചേല പരമാത്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ കാണാൻ എത്തുന്ന പുണ്യവേള ഭക്തി നിർഭരമാക്കുവാൻ സദസ്സിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ആ കുചേല ബ്രാഹ്മണന്റെ ആഗമനം ഭക്തി യുക്തി ഭദ്രമാക്കുവാൻ എല്ലാവരും എഴുന്നേറ്റ് കുചേല സതീർത്ഥ്യനെ വേദിയിലേക്ക് സ്വീകരിക്കുന്ന മുഹൂർത്തമാണ്. എല്ലാ ശ്രോതാക്കളും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടുകൂടി ഈ സമയത്തെ കാണണം എന്ന് അപേക്ഷിക്കുകയാണ്. രാധാ കൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാക. രാധാ കൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാക. ബോധാനന്ദത്തിൽ മുഴുകുകയനുദിനം ത്തിൽ മുഴുകുകയനുദിനം രാമനാമം ജപിപ്പായ മനമേ രാമനാമം ജപിപ്പായ മനമേ രാധാ കൃഷ്ണനെ ഭജന ചെയ് മനമേ രാവും പകലുമാക. കൃഷ്ണ 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 സാധു സജ്ജനങ്ങളെ കണ്ടാലുടനെ സാഷ്ടാംഗമായി വണങ്ങാം. സാധു സജ്ജനങ്ങളെ കണ്ടാലുടനെ സാഷ്ടാംഗമായി വണങ്ങാം. സാധന നാളെയും സാധിച്ചു കൊള്ളുവാൻ സാധന നാളെയും സാധിച്ചു കൊള്ളുവാൻ മാധവ കൃപയാലേ മനമേ
കൃപയാലേ മനമേ രാധാകൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാകാ. കൃഷ്ണ 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 കൃഷ്ണ. പല നാരി പരധനങ്ങളെ കണ്ടാൽ പാപമല്ലേ എന്നും. പല നാരി പരധനങ്ങളെ കണ്ടാൽ പാപമല്ലേ എന്നും. പരമപുരുഷ പദ കമലങ്ങൾ പണിവാൻ പരമപുരുഷ പദ കമലങ്ങൾ പണിവാൻ ഹരി ഹരി എന്നുരപ്പേൻ മനമേ ഹരി ഹരി എന്നുരപ്പേൻ മനമേ രാധാകൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാകാ. കൃഷ്ണ 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 കൃഷ്ണ. കാമക്രോധ ലോപമതമാത്സര്യങ്ങൾ കണ്ടാലുടനെ പോകാം. കാമക്രോധ ലോപമതമാത്സര്യങ്ങൾ കണ്ടാലുടനെ പോകാം. കോമള ഗുരു ശിവ രാമനെ ഭജിപ്പാൻ. കോമള ഗുരു ശിവ രാമനെ ഭജിപ്പാൻ രാമനാമം ജപിപ്പായി മനമേ രാമനാമം ജപിപ്പായി മനമേ രാധാകൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാകാ. രാധാകൃഷ്ണനെ ഭജനം ചെയ് മനമേ രാവും പകലുമാകാ. ഭാഗവത സപ്താഹം 6-ാം ദിവസം. ബഹുമാന്യ കലാസ്നേഹികളെ, ഞാൻ എണ്ണക്കാട് നാരായണൻകുട്ടി. വ്യത്യസ്തങ്ങളായ നൃത്തനാടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഞാൻ നേതൃത്വം കൊടുക്കുന്ന കേരള കലാ അക്കാദമി ഇത്തവണ വളരെ വ്യത്യസ്തമായ നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ മനുഷ്യജീവിതത്തിലെ ചില സത്യങ്ങളും വേദനകളും ഭക്തിയും കൂട്ടിക്കലർത്തി ഒരു പാവം കുചേലവേഷക്കാരൻ്റെ ജീവിതത്തിലൂടെ ആണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്. ഹൃദയകാരിയായ ഈ നാടകം നിങ്ങൾക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ സ്വന്തം എണ്ണക്കാട് നാരായണൻകുട്ടി. മാവേലിക്കര കേരള കലാ അക്കാദമിയുടെ ഭാഗവത സപ്താഹം 6-ാം ദിവസം. സതീർത്ഥ്യവേഷധാരിയായി നിന്നുകൊണ്ട് നമ്മോട് കലഹിക്കുകയാണ് അല്ലേ? അയ്യോ ഭഗവാനെ, അടിയൻ എന്തായി കാണുന്നതും കേൾക്കുന്നതും? അടിയൻ ഇതെവിടെയാണ്? ഉത്തരം അവിടുന്ന് തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ദ്വാരകാപുരിയിൽ. ഇതാ, ഇത് കഴിച്ചുകൊള്ളൂ, ഒരു ഉപഹാരം. ദർശനമാത്രയിൽ അടിയൻ ഉപഹാരം നൽകുമ്പോൾ അടിയനൊന്നും തിരിച്ചു തരുവാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. അവിടുത്തെ നിറഭക്തി തന്നെ ധാരാളം, ഉറച്ച വിശ്വാസം.
അത് നമുക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഗതിവിഗതികളിൽ ശാശ്വതമായ പരിണാമത്തിനായുള്ള സ്ഥായീ ഭാവമെന്ന് കൂടി കരുതിക്കൊള്ളുക. ധന്യമായ ഈ ജീവിതത്തിൻ്റെ പരിച്ഛേദം, അവിടുന്ന് അടിയന് നൽകിയ ഈ സമ്മാനം, എൻ്റെ കണ്ണ, ദാരിദ്ര്യത്തിൻ്റെ കടിഞ്ഞാണയഞ്ഞ ഇവൻ്റെ ജീവിതപ്പാച്ചിലിൽ ഭക്തിയുടെ മധുരം ചാലിച്ച ഈ സമ്മാനം ഒരു സമാശ്വാസമാണ്. ഹൃദയനൊമ്പരങ്ങൾക്ക് കുളിരേകുന്ന കുളിർ തന്നെ. സമാധാനിക്കൂ. എല്ലാ ഹൃദയവ്യഥകളും ഭക്തിയിൽ ലയിപ്പിക്കുക. ആത്മീയ സുഖത്താൽ അങ്ങയുടെ വേദനകളുടെ ആഴം കുറയും. വരട്ടെ, നമുക്ക് വീണ്ടും കാണാം. എൻ്റെ കണ്ണ, കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കണ്ണ, നീ എന്തിനിങ്ങനെ സ്നേഹിക്കുന്നു? ഈ നശിച്ച ജീവൻ എന്തിനു വേണ്ടി നിലനിൽക്കണം ഈ ഭൂമിയിൽ? നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണല്ലേ? അയ്യോ, അടിയനോ? ഈശ്വരന്റെ അരികിൽ നിന്ന് ഈ ലോകത്തെ ഒരു വേള കാണുന്നുവെന്നതുപോലും മായാസ്വപ്നമാണോ എന്ന് സംശയിക്കുന്ന അടിയൻ, ത്രാണിയില്ലാത്ത വെറുമൊരു പ്രാണിയായ ഈ ഭക്തൻ എൻ്റെ കണ്ണനെ, എൻ്റെ ഭഗവാനെ തോൽപ്പിക്കുവാനോ? അതെങ്ങനെയെന്ന് പോലും അടിയൻ അറിയുന്നില്ലല്ലോ ഭഗവാനെ. അവിടുത്തെ ജീവിത തപസ്യ നമ്മിൽ കേന്ദ്രീകരിക്കുന്നതാകുന്നു. അവിടുത്തെ ജീവൻ നഷ്ടമായാൽ ആരാണ് തോൽക്കുന്നത്? കലിയുഗത്തിൽ നമുക്കുള്ള പ്രസക്തി നഷ്ടപ്പെടുകയല്ലേ? മടുത്തു. ഇവൻ്റെ ജീവിതപാതയിൽ പാഥേയമായുള്ളത് എൻ്റെ ദുഃഖങ്ങൾ മാത്രമാണ്. ദുഃഖം കഴിച്ച് സുഖിച്ച് മതിച്ച് ഇന്ന് ഞാൻ എല്ലാവർക്കും ശത്രുവായി. മിത്രമായി അവിടുന്ന് മാത്രം. എൻ്റെ ആത്മാവിന് അങ്ങയുടെ പാദങ്ങളിൽ ലയിക്കുവാനുള്ള അതിമോഹമാണ് മരണത്തിലേക്ക് ചിന്തകൾ പായിച്ച നിമിഷങ്ങൾ. എൻ്റെ ശരികൾ തെറ്റുകളായി മാറുന്നുവല്ലോ ഭഗവാനെ. ഈ തെറ്റുകളുടെ ചിന്താഭാരമകറ്റുവാൻ അടിയൻ എന്ത് ചെയ്യണം? കർമ്മമാണ് മുഖ്യം. കർമ്മകാണ്ഡത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് വേദനയുടെയും യാതനകളുടെയും രൂപത്തിൽ ഓരോ കലിദംശനങ്ങളെയും തകർക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയും ലക്ഷ്യസാധൂകരണവും ഉണ്ടാകൂ. മറ്റുള്ളവരുടെ ക്രൂരതയിലും ഭാഷണത്തിലുമല്ല, നമ്മുടെ കർമ്മബോധത്തിലാണ് നാം ശ്രദ്ധ കൊടുക്കേണ്ടത്. ആവർത്തനമെങ്കിൽ ക്ഷമിക്കൂ ഭഗവാനെ. വീണ്ടും അടിയനറിയേണ്ടതൊന്നു മാത്രം. എന്തിനിങ്ങനെ അവിടുന്ന് അടിയനെ സ്നേഹിക്കുന്നു? ഉത്തരം ഒന്നു മാത്രം. നമ്മെ ഭജിക്കുന്നതാരോ അവൻ നാം തന്നെയാണ്. നിന്നിലെ ദുരന്തങ്ങൾ എന്നിലാണ് നിറയുന്നത്. ഭഗവാനെ, അതേ ഭക്ത, സർവ്വതിൻ്റെയും ആധിപത്യം എന്നിൽ നിറയുന്നതിൻ്റെ കാരണവും അതുതന്നെ. പ്രകൃതിയും പുരുഷനും എന്നുള്ള വിജാതീയ ചിന്തകൾക്കതീതമായി എല്ലാം ഞാൻ തന്നെ. നമ്മുടെ അവതാര ലീലകളിൽ നമ്മുടെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ മനനം ചെയ്താൽ, അതിൻ്റെ അർത്ഥാന്തരങ്ങൾ ഹൃദിസ്ഥമാക്കിയാൽ, എൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളാണുള്ളത്, എന്ത് പ്രയാസങ്ങളാണുള്ളത്? ഭഗവാനെ, അവിടുത്തെ തിരുമുമ്പിൽ അടിയന്റെ ജീവിതം വെറും വട്ടപൂജ്യം. അങ്ങയുടെ ജീവിതത്തിൻ്റെ ആകുലതകളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നന്മയുടെ നറുവസന്തം ഒരു ചെറു കണികയായെങ്കിലും ജീവിതത്തിൽ സന്തോഷമായി സമരസപ്പെടുത്തുന്നുവെങ്കിൽ അതുമാത്രം നിത്യനിമിഷത്തിൽ താലോലിക്കുക. മറ്റെല്ലാം മായയാണ്. ദുഃഖം വെറും നൈമിഷികമാണ്, വെറും മായ. ഭഗവാനെ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യണം. അതാണ് വിധി, വിധിവിഹിതം. കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ. ഭഗവാനെ, സർവ്വതും മായാലോകത്തിൽ വിരാജിതമായ ജീവിതമായ